പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പറയാറ് അൺസെറ്റിൽഡ് പീപ്പിൾ അല്ലെ റെസ്റ്റ്ലെസ് പീപ്പിൾ എന്ന് പറയല്ലേ, ഒരു സ്വസ്ഥതയില്ലാത്ത മനുഷ്യന്മാർ, എപ്പോഴും ആകാംക്ഷ, എപ്പോഴും വിഷമോ, എപ്പോഴും സങ്കടമാണ് ചില മനുഷ്യർ. ഞങ്ങളെ ബൈബിള് വായിച്ചു വരുമ്പോഴേ ഇതിന് വല്ലാത്തൊരു വ്യാഖ്യാനം കിടപ്പുണ്ട് കേട്ടോ. ശാലോം സമാധാനമാണ്, ദൈവത്തോടുകൂടെ വസിക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവമാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയാം. 46 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ തിരുവചനം. ആർക്ക് സ്വസ്ഥതയില്ലയോ അവൻ ദൈവത്തിന് കൂടിയല്ല. നമുക്ക് പറയാൻ ഒരുപാട് ന്യായം കാണും. പരീക്ഷയ്ക്ക് തോറ്റുപോയ കുട്ടിക്ക് അവൻ അസ്വസ്ഥപ്പെടാൻ ന്യായമുണ്ട്. കടം കയറി ഇന്ന് ജപ്തി നോട്ടീസോടെ വരാൻ പോകുന്ന ദിവസമാണ്, എന്നൊക്കെ ന്യായമുണ്ട് ദൈവങ്ങളെ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാ: ദൈവത്തോടു കൂടി ആയിരിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിൽക്കണം. കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനം സഞ്ചരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോകാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കടപാടൊക്കെ വിഷമായിപ്പോയി. അവർ പറഞ്ഞ രൂപമൊന്നും വെച്ചിട്ടില്ല. ഞാൻ പെട്ടെന്നെ വായി വന്ന മോനെ, രൂപം ഹൃദയത്തിലാണ് വെക്കേണ്ടത്. വെളിയിൽ നീ ഈശോയുടെ തിരുഹൃദയം വെച്ചിട്ട് എന്നാ കാര്യമുള്ളേ? അതുകൊണ്ട് சொன்ன പടം വെളിയിൽ വെച്ചിട്ട് എന്നാ കാര്യമുള്ളേ? നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുണ്ട്. നീ ഇതൊക്കെ പണി കഴിയുമ്പോൾ വെച്ചിക്കുക. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്ന് വെഞ്ചരിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോരുക. പെട്ടെന്ന് പറഞ്ഞൊരു വാക്കാണെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ പോയി, ഈ കുർബാനയൊക്കെ ചൊല്ലേണ്ട ഹൃദയത്തിലല്ലേ വാസ്തവത്തിൽ? ഈ മാതാവിൻ്റെയൊക്കെ രൂപം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലല്ലേ? നമ്മുടെ ഹൃദയമല്ലേ ദൈവത്തിൻ്റെ ആലയമായിട്ടൊക്കെ മാറേണ്ടത്? പലപ്പോഴും നമ്മൾ വെളിയിലുള്ള ഒരു ദൈവത്തെ ആരാധിക്കാൻ പോകാതെ നിൻ്റെ ഉള്ളിലുള്ളവൻ നിൻ്റെ വെളിയിലുള്ളവനേക്കാൾ ശക്തനാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞില്ലേ, ആ ഹൃദയവാടത്തെങ്കിൽ മുട്ടി വിളിക്കുന്നു, ആരെങ്കിലും തുറന്നു നിന്നാൽ ഞാൻ വന്ന് പ്രവേശിക്കും. കർത്താവിന് കയറാനായിട്ടുള്ള ഇടം. ഇന്ന് തിരുവചനത്തിലെ ലൂക്കാസ് വിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ഈശോ ഗെരസേനരുടെ നാട്ടിൽ എത്തിച്ചേരുന്ന സംഭവം. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാചിബാധയുള്ള ഒരുവൻ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറുകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതൻ്റെ പുത്ര, ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. വളരെ കാലമേ വസ്ത്രം ധരിക്കാറില്ല. കൃപയിൽ നിന്ന് നടന്നുപോയ മനുഷ്യരെ കണ്ടിട്ടില്ലേ? ചില സമയത്തെങ്കിലും പ്രാർത്ഥിക്കാൻ വരും. വളരെ ഷാബിയായിട്ടുള്ള മനുഷ്യർ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കരച്ചിലും ഒരു ബഹളവും ഒക്കെയാണ്. കാരണം ദൈവത്തിൽ നടന്നു പോയിട്ട് ഹൃദയം സ്വസ്ഥമായിട്ട് നാളുകളായി. ഹൃദയം സ്വസ്ഥമാകുന്നില്ല. ഹൃദയം സ്വസ്ഥമാകാതെ ജീവിക്കുക. വീണ്ടും പറഞ്ഞവൻ ശവക്കല്ലറുകളില്ല, വീട്ടിലല്ലെന്നും കൂടെ എഴുതി വെച്ചിരിക്കുക. അല്ലെ, ചിലർക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. ജോലിയും കഴിഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. ചിലർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. പഠിക്കുന്ന പിള്ളേർ പാതിര കഴിഞ്ഞ് 12 ചില എൻ്റെ പ്രാർത്ഥിക്കാൻ വരും. 1 മണിയാകുമ്പോൾ വരും, 2 മണിയാകുമ്പോൾ വരും. വെളുപ്പം കാലത്ത് 3 വയസ്സ്. മക്കളെ, ലേറ്റ് അവേഴ്സ് ആർ അവേഴ്സ് ഓഫ് സിൻ. നീ ദേവാലയത്തിലോ ഭവനത്തിലോ അല്ല ലേറ്റ് അവേഴ്സിലെങ്കിൽ നീ ഒരു ദുരന്തത്തിലാണെന്ന് വിചാരിച്ചോ. താമസിച്ച സമയത്ത് ഒന്നെങ്കിൽ വീട്ടിലിരുന്നോണം, അല്ലെങ്കിൽ പള്ളിയിലിരുന്നോണം. ബാക്കി ഏത് സ്ഥലവും നിന്നെ നശിപ്പിച്ച കളയും. ഈ ലേറ്റ് അവേഴ്സ് നമ്മൾ കറങ്ങി നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ ദുരന്തത്തിലും പ്രതിസന്ധിയിലൊക്കെ മക്കളെ. അത് ഏറ്റവും കൂടുതൽ പാപം ചെയ്യപ്പെടുന്ന മണിക്കൂറുകൾ അതാണെന്നൊക്കെയാണ് പറയുന്നത്. പാതിരായുടെ അടുത്തുള്ള മണിക്കൂറുകളാണ് കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, വ്യഭിചാരങ്ങൾ, ഒരുപാട് തിന്മകൾ സംഭവിക്കുന്ന മണിക്കൂറുകൾ അതാണ്. പോണോഗ്രഫിയൊക്കെ ഏത് സമയത്ത് പാതിരായില്ല. ഇതൊന്നും മനുഷ്യൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പിശാചി ചെയ്യിക്കുന്ന ഈ പാവങ്ങളൊക്കെ അതുപോലെ ലേറ്റ് അവേഴ്സ്. അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറയും ഒന്നാമതെ. എന്നിട്ട് നേരത്തെ ഏർലി അവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ലേറ്റ് അവേഴ്സ് ഓഫ് സൈറ്റൻ. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ സുഖമുണ്ട്.
നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങും. ആ ലേറ്റാവുക പാപത്തിനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുക. മനുഷ്യന്മാർ കള്ളു കുടിക്കുന്നപ്പോഴാണ് ഒത്തിരി അപകടങ്ങൾ ഈ സമയത്തുണ്ടാകും. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കി, അവൻ വീട്ടിലല്ല, അവൻ ശവകല്ലറകളില്ല. നോക്കി, പിശാചുമായിട്ട് അവൻ്റെ ബന്ധം, അവന് ശവശരീരങ്ങൾ മൃതരുമായിട്ട് അവൻ്റെ ബന്ധങ്ങൾ. മരിച്ചുപോയ അവസ്ഥയിലൊക്കെ നീങ്ങുന്ന ചില മനുഷ്യർ ജീവിതത്തിൽ നന്മയൊന്നുമില്ല. ഒരു നന്മ പറയാനറിയില്ല, ഒന്ന് ചിരിക്കാനറിയില്ല, ഒരു നന്മ ചെയ്യില്ല, ഒന്ന് പ്രാർത്ഥിക്കാനറിയാത്ത മനുഷ്യർ ശവക്കല്ലറുകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയുന്നത്. യേശുവിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്. നോക്കിയേ, ദൈവത്തെ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ നിരീശ്വരവാദമൊക്കെ കേട്ടിട്ടില്ലേ മനുഷ്യർ, സഭയെ വിമർശിക്കുന്നവർ. ഫോർ എനി റീസൺ, ഞാനങ്ങനെ വിചാരിക്കുന്ന കേട്ടോ. എന്ത് കാരണം സഭയൊക്കെ വിമർശിക്കുന്നവരുടെ ഉള്ളിൽ പിശാച് കയറി കഴിഞ്ഞു. മാർപ്പാപ്പയ്ക്ക് കുറവ് കാണും, മെത്രാന്മാർക്ക് കുറവ് കാണും, അച്ഛന്മാർക്ക് കുറവ് കാണും, സിസ്റ്റേഴ്സിന് കുറവ് കാണും, സഭയ്ക്ക് കുറവുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെയാന്നേ. നമ്മുടെ മൂത്ത സഹോദരനല്ല അപ്പനാണ് ഈ പാപ്പായി എന്നൊക്കെ പറയുന്ന ആള്. നമ്മുടെ പിതാക്കന്മാരിന്ന് നമ്മുടെ അപ്പനായിട്ടൊക്കെ കാണുമ്പോഴത്തേന് അപ്പനെ നമ്മൾ ചീത്ത പറയാൻ വിളിക്കുമോ? നമ്മളെ കുടുംബം, സ്വർഗം ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം വസ്ത്രങ്ങൾ ധരിക്കാത്ത, ഭവനത്തിൽ താമസിക്കാത്ത, ശവക്കല്ലറകളിലൂടെ കറങ്ങി നടക്കുന്ന ഒരു പിശാചി ബാധിതൻ. ഓ കർത്താവേ, തിരുക്കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളിലേക്ക് അങ്ങ് സ്വസ്ഥതയായി പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവമേ, ശിഷ്യന്മാരെ അസ്വസ്ഥപ്പെട്ടപ്പോൾ നീ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് സമാധാനം. ദൈവമേ, സമാധാനത്തിന് അഭിഷേകം മക്കൾക്ക് നൽകണമേ. ഏത് കാര്യത്തെപ്പറ്റിയാണ് അസ്വസ്ഥപ്പെടുന്നത്, ഏത് കാര്യത്തെപ്പറ്റി ആകുലപ്പെടുന്നത് തിരിച്ചറിയട്ടെ. കർത്താവിന് എന്നെ സഹായിക്കാനാവുമെന്ന്. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കും